ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ലോകം നമ്മോട് പറയുന്നത് എല്ലാ സ്റ്റോറിയിലെയും എല്ലാ കഥകളിലെയും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മാറുക എന്നതാണ്. നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് നിർമ്മിക്കുക എന്നതാണ് ഈ ലോകം നമ്മോട് പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഹൃദയഭാരവുമായിട്ട് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സമീപിക്കുകയാണ്. എല്ലാവരും നീ ആരെക്കുറിച്ച് സാക്ഷി നൽകിയോ അവൻ്റെ അടുത്തേക്ക് പോകുന്നു, അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നുവെന്ന്. യേശുവിനെക്കുറിച്ചാണ് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ പരാമർശം. എന്നാൽ ഇത് കേൾക്കുന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്, വളരെ ആഹ്ലാദം നിറഞ്ഞതാണ്. അദ്ദേഹം സന്തോഷത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുന്നത് ഈ വാർത്ത കേൾക്കുമ്പോഴാണ്. അവൻ മനോഹരമായിട്ടുള്ള ഒരു ഉപമ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. മണവാളനും മണവറത്തോഴൻ്റെയും തമ്മിലുള്ള ബന്ധം. സ്പോട്ട് ലൈറ്റ്, ശ്രദ്ധ മുഴുവനും പോകേണ്ടത് മണവാളൻ്റെ പക്കലേക്കാണ്. ആ മണവറത്തോഴൻ്റെ അല്ലെങ്കിൽ ബെസ്റ്റ് മാൻ, ബ്രൈഡ്സ് മെയ്ഡ്, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. മണവറത്തോഴൻ്റെ ആ ദൗത്യമെന്ന് പറയുന്നത് മണവാളൻ്റെ സ്വരം കേൾക്കുക, അവൻ്റെ വാക്കിന് പ്രാധാന്യം നൽകുക എന്നതാണ്. ശ്രദ്ധ എപ്പോഴും മണവാളനായിരിക്കണമെന്നതാണ് മണവറത്തോഴൻ്റെ ആഗ്രഹം. ഈ സുന്ദരമായിട്ടുള്ള ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാരെ നേർവഴിയിലേക്ക് നടത്തുന്ന യോഹന്നാനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനോഹരമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ അവസാനിപ്പിക്കുന്നത്. അവൻ വളരണം, ഞാൻ ചെറുതാകണം. നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ അവൻ വളർന്നു തുടങ്ങുമ്പോൾ, ക്രിസ്തു വളർന്നു തുടങ്ങുമ്പോൾ നമുക്ക് പണത്തോടുള്ള ആർത്തി കുറയുവാനായിട്ട് ഇടവരും. നമ്മുടെ ബന്ധങ്ങളിൽ ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, അതിൽ ആ ബന്ധങ്ങളിൽ യേശു വളരുമ്പോൾ അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ബന്ധവും ആയി മാറും. നമ്മുടെ വിവാഹ ബന്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏത് ബന്ധത്തിലായാലും ദൈവത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്, ദൈവമാണ് വളരേണ്ടത്. അപ്പോൾ അത് സുന്ദരമായിട്ടുള്ളതായി മാറും. നമ്മുടെ ജോലി മേഖലകളിലും ക്രിസ്തു വളരുമ്പോൾ ആ മേഖലയിലുള്ള ഉത്കണ്ഠയെല്ലാം അകലുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ട്, നാം അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചില സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ യോഹന്നാൻ്റെ ഈ വചനങ്ങൾ ഓർക്കുക. നാം ഇതൊക്കെ വലിയ കാര്യമല്ല, മറിച്ച് ക്രിസ്തു വളരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.